നിങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു കോണ്ടന്റ് ഒക്കെ ഇട്ട് കുറച്ച് നാളിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താ അതിനെപ്പറ്റി അഭിപ്രായം? ഞങ്ങൾ വെറുതെ ഒരു ടൈം ബീങ് നമുക്ക് ചുമ്മാ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ മറ്റേ പഠിത്തം അങ്ങനെ പോവാം എന്നുള്ളൊരിതായിരുന്നു. പിന്നെ ആള് വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് ചെയ്ത് നോക്കാം, അക്സെപ്റ്റ് ചെയ്യുമല്ലോ എന്ന് നോക്കാം അങ്ങനെ പറഞ്ഞു. ഫസ്റ്റ് വീഡിയോ ഒക്കെ പതുക്കെ അക്സെപ്റ്റഡ് ആവാൻ തുടങ്ങി. പിന്നെ ഓർത്തപ്പോൾ കൊള്ളാം, നല്ല രസമുണ്ട്, പിന്നെ ഞാൻ ചെയ്തു തുടങ്ങി. അതും ഒരു ഓൺ വോയിസ്. സാധാരണ ഫസ്റ്റ് ടൈം എല്ലാം ഡബിങ് പോലത്തേക്ക് ചെയ്യത്തുള്ളൂ. എനിക്ക് ഇപ്പോഴും ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ ഇപ്പോഴും ഒരു മടി. പക്ഷെ അതെങ്ങനെ ആ ഒരു ധൈര്യം മതി ഓൺ വോയിസ് തന്നെ? എനിക്ക് ഞാൻ ഫസ്റ്റ് മുതൽ ഓൺ വോയിസ് ചെയ്തു തുടങ്ങണം. ഓൺ വോയിസ് എന്നല്ല, അഭിനയിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഉള്ള പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഹെഡ്സെറ്റ് കുത്തിയിട്ട് അത് ഇവിടെ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യമേ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആരും വീഡിയോ എടുത്തു തരാനില്ല, തന്നെയാണ് എടുക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നത് ഇവളിൽ നിന്ന് മാത്രമാണ്. വേറെ അങ്ങനെ ഒരു ഗ്രൂപ്പില്ല ഞാൻ എനിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓൺവേർഡ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഹൗസ് ഏജൻസി ആ ടൈം മുതലാണ് കലിപ്പൻ കാന്താരി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലൂടെ വന്ന് അത് ഒരു വശത്ത് ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ കുറച്ച് അപ്രിസിയേഷനൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു വേറെ സൈഡ് ഉണ്ടായിരുന്നു. ആ കഥ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫ്ലോ ഒരിത്തിരി റോങ് ആയിരുന്നു. കാരണം ഒരു എന്താ പറയുക, ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓഫ്കോഴ്സ് എനിക്ക് മനസ്സിലായി, ശരിയാണ്, നമ്മൾ തല്ലുന്നതൊന്നും അല്ലല്ലോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ടിപ്പിക്കലി എൻ്റെ ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യം അഭിനയിക്കുക, അത് ഒരു ക്യാരക്ടറായിട്ട് അത് രീതിയിലങ്ങ് ഫോളോ ചെയ്യുക, അത് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി, ശരിയാണ്, തെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കഥ നിങ്ങളാരും കോപ്പി ചെയ്യരുത്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് അഭിനയിക്കാൻ വേണ്ടി ചെയ്യുന്നു. എൻ്റെ പരിമിതി ഇത്രയേ ഉള്ളൂ. മൊബൈലിൽ ഇങ്ങനെ വെക്കുക, ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇത് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഇവള് വന്നതിന് ശേഷം കുറച്ചും കൂടെ എന്താ പറയുക, ഒരു നല്ല മൈക്ക് മേടിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടെ നല്ല കണ്ടൻറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി.